കുടിയേറ്റ ജനതയ്ക്ക് സർക്കാർ എതിരാണെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. വനനിയമ ഭേദഗതി അടിച്ചേൽപ്പിക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു. ഈ വന ഭേദഗതി ബില്ല് അമെൻമെന്റ് അപ്രൂവ് ചെയ്ത ഏക ബോഡിയാണെന്ന് പറയും. ആ അമെൻമെന്റ് കണ്ട് അപ്രൂവ് ചെയ്ത ഏക ബോഡി എന്ന് പറയുന്നത് കേരള ക്യാബിനറ്റ് ആണ്. കേരള ക്യാബിനറ്റിൽ റോഷി മിനിസ്റ്ററായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എം.എൽ.എമാർക്ക് അതിൻ്റെ കോപ്പി വരുന്ന സമയം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ല. പലപ്പോഴും ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരണം മറ്റൊക്കെ വന്നത് ഈ എം.എൽ.എമാരും പ്രതികരിക്കാനായിട്ട് അറിഞ്ഞില്ല. കാരണം വൺസ് പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് എം.എൽ.എമാർക്ക് അതിൻ്റെ കോപ്പി സർക്കുലേറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അതിനു മുമ്പ് ഈ അമെൻമെന്റ് കണ്ടത് അപ്രൂവ് ചെയ്തത് കേരള ക്യാബിനറ്റാണ്. ആ ക്യാബിനറ്റിൽ റോഷി അഗസ്റ്റിനടക്കം ഇരിക്കുകയാണ്. അപ്പം റോഷി അഗസ്റ്റിനടക്കം സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസോ റോഷി അഗസ്റ്റിനോ അതിൻ്റെ അകത്ത് ഒരു ചെറിയ വിയോജിപ്പ് പോലും പറഞ്ഞില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്, കേരള കോൺഗ്രസ് മണി ഉത്തരം പറയാൻ തയ്യാറാകേണ്ട ഇവിടുത്തെ ജനങ്ങളോട് ഇപ്പം കിടന്ന് വെപ്രാളം കൂട്ടം എന്തുകൊണ്ട് അതിൻ്റെ ആ വനഭേദഗതി നിയമം വന്ന് വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും പ്രതിപക്ഷവും കേരളത്തിൻ്റെ പൊതുസമൂഹം വനയോര മേഖലയിൽ ആളുകളും ഉയർത്തിയതിന് ശേഷമാണ് കേരള കോൺഗ്രസ് എമ്മും മന്ത്രി റോഷി അഗസ്റ്റിനും ഈ കാര്യത്തിൽ നിലപാട് മാറ്റം വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതുണ്ടായിരുന്നില്ലെങ്കിൽ ഈ വനഭേദഗതി നിയമം ഇതേപടി നടപ്പിലാക്കുന്നതിന് കേരള കോൺഗ്രസ് മാണിക്കോ റോഷി അഗസ്റ്റിനോ ഒരു പ്രയാസമില്ലായിരുന്നു കൊണ്ട് വിചാരിക്കാൻ.